സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സീരിയലായിരുന്നു ഒരുപക്ഷേ ഒരു കാലത്തെ ഹിറ്റ് സീരിയൽ കൂടിയായിരുന്നു മാനത്തെ കൊട്ടാരം. എല്ലാ ദിവസവും രാത്രി 6:30-ക്ക് സംപ്രേഷണം ചെയ്തിരുന്ന ഈ പരമ്പര ഇപ്പോൾ അവസാനിക്കാൻ പോവുകയാണ് എന്നാണ് പുറത്തുവരുന്ന വാർത്തയിലും റിപ്പോർട്ടുകളിലും മനസ്സിലാകുന്നത്. റേറ്റിംഗിൽ എന്നും ഒന്നാമത് നിന്നുകൊണ്ടിരുന്ന ഈ പരമ്പരയ്ക്ക് ആദ്യമൊക്കെ ആരാധകർ നിരവധിയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാധകരുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നൊരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു. മാനത്തെ കൊട്ടാരത്തിനോട് വളരെയധികം പ്രീതിയുണ്ടായിരുന്ന ഒരുപാട് ആരാധകരുണ്ട്. അവരുടെയൊക്കെ മുൻപിൽ തന്നെ ഇപ്പോൾ ഈ സന്തോഷ വാർത്ത എത്തുകയാണ് എന്ന് പറയാം. അതൊരു ചെറിയ സങ്കടമായി എല്ലാവർക്കും മാറുന്നു. പോപ്പുലർ സീരിയൽ അവാർഡ് പോലും വാങ്ങിയ സി കേരളത്തിലെ സംപ്രേഷണം ആരംഭിച്ച ജനപ്രിയ പരമ്പരയായിരുന്ന മാനത്തെ കൊട്ടാരം വികാരസാന്ദ്രമായി പരിസമാപ്തിയിലേക്ക് എത്തുന്നു എന്നത് വളരെയധികം വിഷമിപ്പിക്കുന്ന ഒന്നാണ് എന്ന് തന്നെ പറയണം. സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്ന വാർത്തകളിൽ ഒന്നായി തന്നെ മാറുന്നുണ്ടിത്. നിരഞ്ജൻ നായരും മോനിഷയും ജെയിനും ഒക്കെ തകർത്തഭിനയിച്ച ഈ സീരിയൽ ഒരുപാട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു സീരിയൽ തന്നെയാണ് എന്ന് പറയുന്നു. അത് നന്നായി. വല്യേട്ടൻ സീരിയൽ ഒന്നുകൂടി വരണം. വന്ദനെ ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യും. ജഗൻ എന്ന കഥാപാത്രവും ഞങ്ങൾക്ക് വളരെയധികം പ്രിയപ്പെട്ട കഥാപാത്രങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടാണ് എന്നറിയില്ല, ഇപ്പോൾ സീരിയലിൻ്റെ കഥയും കഥാപശ്ചാത്തലവുമെല്ലാം വ്യത്യാസമായിക്കൊണ്ടിരിക്കുന്നു. തീരെ താല്പര്യമില്ലാത്ത രീതിയിലേക്കാണ് ഇതിൻ്റെ കഥയും കഥാപശ്ചാത്തലവും ഒക്കെ പോകുന്നത്. എല്ലാവരും ആ ഒരു വാർത്തയെക്കുറിച്ച് തന്നെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ ഇപ്പോൾ ഈ സീരിയൽ അവസാനിക്കുന്നതിൻ്റെ വിഷമത്തിലാണ്. പക്ഷെ പകരം നല്ലൊരു സീരിയൽ തന്നെ സി കേരളം കൊണ്ടുവരും എന്നുള്ളൊരു വിശ്വാസം പ്രേക്ഷകരുടെ മനസ്സിലുണ്ട് എന്ന് പറയാം. അത് തന്നെയാണ് ഇപ്പോൾ ഇതിന് കാരണമായി മാറുന്നതും. അതുകൊണ്ട് ഈ സീരിയൽ അവസാനിച്ചാലും വിഷമം മാറ്റാനായി ആരാധകർക്ക് മുന്നിലായി പുതിയ സീരിയൽ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക്. ഈ താരങ്ങളെ വെച്ച് തന്നെ നല്ലൊരു സീരിയൽ ഒന്നുകൂടി ഉണ്ടാക്കാനാകുമോ എങ്കിൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. ഈ സീരിയൽ ഇപ്പോൾ അവസാനിക്കുന്നത് ചെറിയ ഒരു സങ്കടത്തോടെയാണ് എന്ന് പറയാം. വളരെ വികാരഭരിതമായ പരിസമാപ്തിയാണ് ഇപ്പോൾ ഈ സീരിയലിനെ നിശ്ചയിച്ചിരിക്കുന്ന ക്ലൈമാക്സ് എന്ന് പറയുന്നത്. സാധാരണയായി സി കേരളത്തിൽ അധികം നാളുകളൊന്നും തന്നെ സീരിയലുകൾ സംപ്രേഷണം ചെയ്യാറില്ല. വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെ ഭൂരിഭാഗം സമയവും ഇവർ പെട്ടെന്ന് തന്നെ സീരിയലുകൾ നിർത്താറാണ് പതിവ്. മറ്റുള്ള ചാനലുകളും ഇപ്പോൾ അത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇടക്കാലത്ത് വളരെയധികം വീഡിയോ വൈറലായതും ഈ സീരിയലിൽ നിന്ന് തന്നെ ആയിരുന്നുവെന്ന് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിനൊക്കെ ശേഷം മറ്റുള്ള സീരിയലുകൾ വന്നപ്പോൾ ഇതിൻ്റെ കഥയും കഥാപശ്ചാത്തലവും കുറഞ്ഞു വരികയും അതിന് താല്പര്യമില്ലാതാവുകയും ആരാധകരുടെ ആകർഷണം വാങ്ങാതാവുകയും ചെയ്യുകയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.